ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റെഫി ജയിൽ ചാടിയിട്ടുണ്ട്. എത്രയും വേഗം നിന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ നിന്ന് എത്രയും വേഗം ജയിലിലോട്ട് തിരിച്ചയക്കണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് ഇങ്ങനെ CI മാർട്ടിൻ വന്ന് നമ്മുടെ മനോഹറിനോട് പറയുകയാണ്. എന്തായാലും അത് കേട്ടിട്ട് മനോഹറിന് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. മനോഹർ പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ സുരക്ഷിതല്ലേ സാറേ, അവൾ ഇവിടേക്കൊന്നും വരാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല. അവളൊരു പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ കൈയടക്കിയിട്ട് ഇവിടേക്ക് കയറി വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും ഞങ്ങൾക്ക് പ്രശ്നം തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ കിരണും മനസ്സിലാക്കുന്നുണ്ട്. അവള് ജയിലിൽ ചാടി എന്ന കാര്യം എന്തായാലും വാർത്ത വരും, വാർത്തയിലൊക്കെ നിരയായി ഇങ്ങനെ ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. അങ്ങനെ അത് കേൾക്കുന്ന കിരൺ ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും കിരൺ അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ കാർത്തികയും ലക്ഷ്മി അമ്മയും വരികയാണ്. അവര് വന്ന് പറയുന്നുണ്ട്, മോനെ അവള് ജയിലിൽ ചാടിയല്ലോ, അത് അപകടത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഗംഗപ്രസാദിനെ കൊന്നത് മനോഹറാണെന്ന ന്യൂസ് അവൾ അറിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും അവൾ ജയിലിൽ ചാടിയത്. യഥാർത്ഥ പ്രതി എന്തെങ്കിലും ചെയ്യുമോ? എന്തായാലും നമുക്ക് മനോഹർ ചെയ്തു തന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ മരിക്കേണ്ടവൻ തന്നെയാണ് അവൻ. അങ്ങനെ നമ്മളെ സഹായിച്ച മനോഹറിന് ഒരു പോറൽ പോലും വരാൻ പാടില്ല. തന്നെയല്ല, അവൾ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഗംഗയുടെ കൂട്ടുകാരന്മാരൊക്കെ കണ്ടു കാണും. ഇനിയിപ്പോ അവളെ പിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അവര് പുറത്തുണ്ടല്ലോ, എന്തെങ്കിലും അപകടം വരുത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം മക്കളെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മ. എന്തായാലും അതിനുശേഷമാണെങ്കിലും കിരണിനാകെ പേടിയാവുന്നുണ്ട്. കിരണ് ഇപ്പോ മനോഹറിനോട് വലിയ ഇഷ്ടം തന്നെയാണുള്ളത്. എന്തായാലും മനോഹറിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ മനോഹറിനെ കാണുന്നുണ്ട്. മനോഹറിനെ കണ്ടിട്ട് കിരൺ പറയുകയാണ്, നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ, സ്റ്റെഫി ജയിലിൽ ചാടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാറ് അതൊക്കെ ഞാൻ അറിഞ്ഞു, സാർ എന്തിനാ പേടിക്കുന്നത്, ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ സുരക്ഷിതയാണ്, അത് ഞാനല്ല സൂക്ഷിക്കേണ്ടത്, സാറും കല്യാണിയും ഒക്കെയാണ്. അവള് അവിടേക്കാണ്, നിങ്ങളെ ആക്രമിക്കാനാണ് സാധ്യത കൂടുതൽ, നിങ്ങൾ സൂക്ഷിച്ചാൽ മതി, എൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും തൻ്റെ കുഞ്ഞിനെ കാണണം, ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ വെച്ചിട്ടെങ്കിലും തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരണം, സരേ ജോലിക്ക് പോകുന്ന സമയത്തെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവരൂ എന്നൊക്കെ അങ്ങനെ യാചിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാടാ, ഇപ്പൊ തൽക്കാലം ഇതിനുള്ള പരിഹാരം കണ്ടെത്തട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസിനെ കാണുകയാണ്, CI മാർട്ടിനെ കാണുന്നുണ്ട്. അങ്ങനെ മാർട്ടിനോട് പറയുന്നുണ്ട്, എന്താ സാറേ ഇവരിവിടെ സുരക്ഷിതല്ലേ നിങ്ങൾ ചോദിക്കുമ്പോൾ, അപ്പോൾ എന്തായാലും ഈ പറയുന്ന സ്റ്റെഫി എന്ന് പറയുന്നവൾ അവളൊരു പക പിടിച്ചൊരു പെണ്ണാണ്, അതുകൊണ്ട് തന്നെ അവളെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവളാണെങ്കിൽ പറഞ്ഞു കാണും ഈ മനോഹറാണ് കൊല ചെയ്തിട്ടുള്ളതെന്ന്. അവള് മരിച്ചിട്ടായാലും ഗംഗയുടെ കൂടെ പോകണം, ഗംഗയുടെ അരികിലേക്ക് എത്തണമെന്ന് തീരുമാനിച്ച് നടക്കുന്നവളാണ്. അങ്ങനെ ഒരുത്തി ഇവിടേക്ക് വന്നിട്ട് ഈ മനുഷ്യബവുമായി വന്ന് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്താ ചെയ്യാ, വരുന്നോടത്ത് വെച്ച് കാണാം, എന്തായാലും കിരൺ ടെൻഷൻ അടിക്കാതെ പൊക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും നാളെ കഴിഞ്ഞാൽ ഇവനെ ജയിലിലോട്ട് വിടും. അത് പിന്നെ ജയിലിന്റെ അകത്ത് അവൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ ഉള്ളത് പിന്നെ വിക്രമാണല്ലോ, വിക്രമിനും എന്തായാലും അതിനുള്ള കരുത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും സ്റ്റെഫി ജയിലിൽ ചാടിയിട്ട് ഈ പറയുന്ന ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടി പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് സ്റ്റെഫിയെ കണ്ട് അവരൊന്ന് ഞെട്ടുന്നുണ്ട്. എന്തായാലും സ്റ്റെഫി അരികിലേക്ക് വന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. സ്റ്റെഫി എന്തായാലും പോലീസിന് പിടികൊടുക്കാതെ അങ്ങനെ നടക്കുകയാണ്. അവരാണെങ്കിൽ പേടിച്ച് അങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലും നമ്മുടെ സ്റ്റെഫിയെ കിരണൊക്കെ തന്നെ കൂടിയിട്ടായിരിക്കും പിടികൂടുന്നത്. ഈ പറയുന്ന കല്യാണിയെ അപകടപ്പെടുത്താൻ ഭീഷണിക്ക് ആശുപത്രി വന്ന് മുഴക്കിയതാണല്ലോ, അതുകൊണ്ട് തന്നെ സ്റ്റെഫിയെ പിടിച്ച് വീണ്ടും പോലീസിൽ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ സുരക്ഷിതമായി തന്നെയായിരിക്കും അവളെ അവിടെ പൂട്ടിയിടുന്നത്. അതുപോലെ മനോഹറിനെ തിരികെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നവീനെ വക്കീലായിട്ട്, മനോഹറിന്റെ വക്കീലായി വെച്ചിട്ട് അവനെ പരമാവധി ശിക്ഷ കുറച്ച് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ സരയു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. സരയു പറയുന്നുണ്ട്, അവർക്കിപ്പോ അവനോട് വലിയ അലിവൊക്കെ തോന്നിക്കാണും, കാരണം അവരെയൊക്കെ ശത്രുവല്ലേ മരിച്ചത്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ്റെ മുന്നിലേക്ക് എത്തും, അവന് സഹതാപം പറഞ്ഞുകൊണ്ട്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്തായാലും എൻ്റെ അരികിൽ അവൻ്റെ ഒരു ഇതും നടക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി
അസുഖമൊക്കെ ഭേദമായി ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അതുപോലെ തന്നെ സരയു ഇപ്പോഴും ആ ഒരു വിഷം ഉള്ളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ വിക്രം പുറത്തിറങ്ങുന്നത്, വിക്രം പരോളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും മനോഹർ കത്തയക്കും. അതിനിടയിൽ വിക്രം പരോളിൽ ഇറങ്ങാറായിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞ് കത്തയക്കുന്നുണ്ട്. എന്തായാലും ഇനി മനോഹറിന്റെ കത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ എന്തായാലും വായിക്കും. അങ്ങനെ അവൻ പുറത്തിറങ്ങുന്ന കാര്യം അറിയുകയാണ്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് എന്തായാലും അപകടം ഉണ്ടാക്കുമെന്ന സൂചനയാണ് മനോഹർ ആ കത്തിൽ പറയുന്നത്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രവും സരയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. എന്തായാലും കല്യാണിയെയും കിരണിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു കൂടിക്കാഴ്ച അവർ തമ്മിൽ നടത്തുന്നുണ്ട്. പിന്നെ താനിതിൻ്റെ അകത്തുണ്ട് എന്ന്, സരയു ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ആരെ അറിയിക്കരുതെന്നും പറയുന്നുണ്ട്. പക്ഷെ അവന് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ സരയു തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം അവരെ കൊല്ലാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിക്രത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പറയുന്ന ഗംഗപ്രസാദിന്റെയും രാഹുലിന്റെയൊക്കെ അവസ്ഥ തന്നെയാണ് വിക്രത്തിനുണ്ടാകുന്നത്. കിരൺ അവനെ തല്ലിച്ചതച്ച് അവൻ ഈ പറയുന്ന കാട്ടിൽ ഉപേക്ഷിച്ച് അവനെയും കൊന്നു തള്ളുകയാണ്. അതുപോലെ തന്നെ അതിന് കൂട്ടായിട്ട് നമ്മുടെ അച്ഛൻ, അതായത് പ്രകാശനും കൂട്ട് നിൽക്കുകയാണ്. ഇനി അവൻ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ സരയു അപ്പോഴും ആ ഒരു ഇതിലും തോറ്റു പോവുകയാണ്. ഇനി എന്ത് ചെയ്യും, ഇനി എന്തായാലും നേരിട്ട് ഇറങ്ങിയേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ച്. പക്ഷേ അപ്പോഴേക്കും സരയുവിന്റെ മനസ്സിലിരിപ്പ് മുഴുവനും നമ്മുടെ താര പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അവള് ഇങ്ങനെ ഒരു മനസ്സിൽ ഇതും കൊണ്ട് നടക്കുന്നവളാണ്. അതുപോലെ തന്നെ കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിലും ഇവളുടെ ബുദ്ധി തന്നെയാവാനാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനുശേഷം എല്ലാവരും സരയുവിനെ വെറുക്കുകയും അതുപോലെ തന്നെ സരയുവിന് ഇനി ഒരു അവസരം നന്നാവാൻ, ഇത്രയും നാളും ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടും അവൾക്ക് ഒരു അവസരം കൊടുത്തതാണ്. അവൾ ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിൽ നിന്നും തിരികെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അതുപോലെ അവളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അവൾക്ക് നല്ലൊരു ജോലി, നല്ലൊരു കാര്യങ്ങൾ, വീട്, താമസിക്കാൻ വീട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ നിൽക്കുന്നത് കൊണ്ട് ഇനി അവളുടെ അച്ഛൻ്റെ അതേ തനി സ്വഭാവമാണ് അവൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കി ഇനി ഒരു അവസരം അവൾക്ക് കൊടുക്കുന്നില്ല. എന്തായാലും അവളേക്കും നല്ല ശിക്ഷ തന്നെ അവർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനോഹറിന്റെ ആവശ്യപ്രകാരം മനോഹറിനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാനുള്ള എല്ലാ അവകാശവും അവർ തയ്യാറാക്കുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനോഹറിന് ഒരുപാട് സന്തോഷമാവുകയാണ്. മനോഹർ പറയുന്നുണ്ട്, ഇനി എൻ്റെ കുഞ്ഞിനെ സാറ് നോക്കണം. എന്തായാലും കുഞ്ഞിനെ സരയുവിന്റെ കയ്യിൽ കൊടുക്കുന്നില്ല. സരയുവിനെ അവിടെ നിന്ന് മാറ്റിപ്പായിക്കുകയാണ്. സരയുവിന്റെ കയ്യിൽ കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ സരയുവിന്റെ അതേ തനി സ്വരൂപമാക്കി മാറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സരയുവിനെ കയ്യിൽ കൊടുക്കാതെ മനോഹറിന്റെ ഭാഗത്ത് ന്യായമൊക്കെ പറഞ്ഞ് എന്തായാലും മനോഹറിനെ ഉടനെ തന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അവന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അവനൊരു ജോലി നന്നാവാൻ തീരുമാനിച്ച മനോഹറിന് ഒരു നല്ലൊരു ജോലിയും കുഞ്ഞിനെ പോറ്റാനുള്ള വരുമാനവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം സുരക്ഷിതമാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കല്യാണിക്കും നമ്മുടെ എല്ലാവർക്കും നല്ല സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇവളുടെ കല്യാണമാണ്, വേലുവിന്റെ ഒക്കെ കല്യാണം കാടിനകത്ത് വെച്ചിട്ടാണല്ലോ. അതെന്തായാലും നടന്നിട്ടില്ല ഇതുവരെയും. എന്തായാലും അവിടേക്ക് ഒരു യാത്ര പോവുകയും അവിടെ അവർ ഒന്നിച്ച് അവരുടെ കല്യാണം നല്ല അവരുടെ ആചാരപ്രകാരം അടിപൊളിയായി നടക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.